കോഴിക്കോട് കുടുംബ കോടതിയിൽ 4916 വിവാഹമോചന കേസുകളാണ് തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. ഒരു മാസമായി ജഡ്ജി അവധിയിലായതിനാൽ പുതിയ 297 കേസുകൾ അനിശ്ചിതാവസ്ഥയിലാണ്. കേസുകൾ കൂടുന്നതിനാൽ കൂടുതൽ കോടതികൾ വേണം എന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. കുടുംബ കോടതികളിൽ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ഇതിൽ പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചന കേസുകളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തീർപ്പാക്കാം. അല്ലാത്തവ തീർപ്പാക്കാൻ ഒരുപക്ഷെ വർഷങ്ങളെടുത്തേക്കും. 4916 വിവാഹമോചന കേസുകളാണ് കോഴിക്കോട് കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിൽ 2018 മുതലുള്ള കേസുകളുണ്ട്. രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടെ വിവാഹബന്ധം വേർപിരിയുന്നതാണെങ്കിൽ 6 മാസത്തെ സമയപരിധിക്കുള്ളിൽ വിവാഹമോചനം ലഭിക്കും. ഇതിലും നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമസാധ്യതയുമുണ്ട്. എന്നാൽ പരസ്പര സമ്മതത്തോടെ അല്ലാത്ത വിവാഹമോചന കേസുകൾ, ജീവനാംശം കൂടി നൽകേണ്ടി വരുന്ന കേസുകൾ എന്നിവയാണ് നീണ്ടുപോകുന്നത്. ഇത്തരം കേസുകളിൽ വിധി വരാൻ പല കടമ്പകൾ കടന്നു പോകണം. ഇപ്പം വൈഫോ ഹസ്ബൻഡോ ഒരു സെറ്റിൽമെൻ്റ് ഒന്നും ആവാഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഫയൽ ചെയ്യും കേസ്. ആ കേസ് തീരണമെങ്കിൽ എവിടെ വെച്ചിട്ടും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടും സെറ്റിൽമെൻ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 4ാമത്തെ കൊല്ലം കേസിന് തെളിവെടുപ്പ് വരുള്ളൂ. ആ തെളിവെടുപ്പിൽ ഏതെങ്കിലും ഒരാൾ തോൽക്കുമല്ലോ. അതിൽ വീണ്ടും ഹൈക്കോർട്ടിലേക്ക് പോയാൽ അവിടെയും മിനിമം ഒരു 1-2 കൊല്ലം. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ വർഷങ്ങളോളം കേസിനായി കോടതി കയറിയിറങ്ങേണ്ടി വരുന്നവരുമുണ്ട്. കോടതി കയറി ഇറങ്ങുമ്പോൾ പലരെ ആ ഒരു നോട്ടവും കാര്യമൊക്കെ ആകുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ജീവിക്കാൻ പോലും ഇല്ല. പക്ഷെ മോളെ ഓർത്തിട്ട് പിടിച്ചു നിന്നു. കല്യാണത്തിൻ്റെ സമയത്ത് അച്ഛൻക്ക് 50 പവൻ്റെ സ്വർണം തന്നത്, അത് മുഴുവൻ കല്യാണം കഴിച്ച വ്യക്തി എടുത്ത് നശിപ്പിച്ചതാണ്. ഒരു സ്വർണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചെയ്യാൻ പറ്റണം. അതിനോട് വേണ്ടി മാത്രമാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ഇനി വിധി വന്നാൽ തന്നെയും ജീവനാംശം നേടിയെടുക്കാൻ കക്ഷിക്ക് ഒരുപാട് പൊരുതേണ്ടി വരും. 13 കേസ് കൊടുത്തു. 14-15 കാലയളവിൽ എനിക്ക് ഡിവോഴ്സിന് കിട്ടി. പക്ഷേ കിട്ടേണ്ട പണമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അതിൽ 2015 എനിക്ക് വിധിയായിട്ടും 2025 ഇപ്പം എനിക്കത് തീർപ്പാക്കി കിട്ടിയത്. ഇതൊന്നുമല്ലാതെ ജഡ്ജി ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന കേസുകളുമുണ്ട്. കോഴിക്കോട് കുടുംബ കോടതിയിൽ ജഡ്ജി ലീവ് എടുത്തു പോയിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു ജഡ്ജ് 1 മാസം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ ആളില്ലാഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു നടപടിയും നടക്കുന്നില്ല. രാവിലെ സാധാരണ സ്റ്റെപ്സിനൊക്കെ വെച്ച കേസുകൾ ലോങ് പോസ്റ്റിംഗ് ഡിസംബറിലേക്കാണ് വെക്കുന്നത്. ഇനി ഞങ്ങൾക്ക് അർജൻസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞമാതിരി ജോയിൻറ്റ് പെറ്റീഷനൊക്കെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വടകര കോർട്ടിലേക്ക് ഫയൽ കൊണ്ടുപോയി അവിടുന്ന് ഓർഡർ വാങ്ങാം. ഉച്ചയ്ക്ക് ശേഷമേ ഈ കോഴിക്കോടുള്ള ഫയൽ എടുക്കുള്ളൂ. അപ്പം ഉച്ചവരെ വെയിറ്റ് ചെയ്ത് ഈ ഫയൽ അവിടെ വന്നു കഴിഞ്ഞ് ജഡ്ജ് നോക്കി മടക്കി കൊണ്ടുപോയി. ആഴ്ചയിൽ 3 ദിവസം വടകര കോടതിയിലെ ജഡ്ജിക്ക് കോഴിക്കോട് കുടുംബ കോടതിയിൽ ചുമതല നൽകിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണ പരിഹാരമാകുന്നില്ല. ഒരു ജഡ്ജിയെ കൊണ്ട് മാത്രം ജില്ലയിലെ മുഴുവൻ കേസുകളും തീർപ്പാക്കാനുമാകില്ല. അല്ലാതെ തന്നെ പല കാരണങ്ങളാൽ കേസുകൾ നീണ്ടുപോവുകയാണ്. അതിനിടയിൽ ജഡ്ജി കൂടെ ഇല്ലാതാകുമ്പോൾ കേസുകളുടെ തീർപ്പാക്കൽ അനിശ്ചിതാവസ്ഥയിലാകും. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.